വിവോയുടെ വിവോ V40 ലൈറ്റ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V40 ലൈറ്റ് 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ V40 ലൈറ്റിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അമല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഈ ഒരു ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്തേക്കാം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പഴയ V30 ലൈറ്റ് എന്നുള്ള സ്മാർട്ട് ഫോണിൽ IP54 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഇതൊരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയാണ്. പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഴയ വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഇത് ചെറിയൊരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 8GB റാം വരെയും 256GB ഇന്റേണൽ വരെയും വന്നേക്കാം. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഫോൺ ടച്ച് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. വോയിസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരും. പിന്നെ 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും ഇതിൽ വന്നേക്കാം. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ഏകദേശം ഇതിനടുത്ത് വരുന്ന ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ തന്നെയാണ് വിവോ V30 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോണിലും വന്നിട്ടുള്ളത്. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററി വരുന്നതായിരിക്കും. പഴയ വെർഷനിൽ 4800 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി എന്നുള്ളത് ഒരു അപ്ഗ്രേഡ് തന്നെയായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പഴയ വെർഷനിലും ഇതേ ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ €399 എന്ന പ്രൈസിംഗിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 35,900 പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. വില കുറച്ചും കൂടി കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 30,000 ഇടയിലായിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 28,000 പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും വിവോയുടെ വിവോ V40 ലൈറ്റ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.